ഉണ്ട്, അവിടെ BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും പ്രധാന പോരാട്ടം ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തന്നെയാണെന്ന് സ്വരാജിന്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ വ്യക്തമായതാണ്. ആ രീതിയിൽ തന്നെയാണ് പിന്നീട് കണ്ട വാക്പോര് പ്രചരണ കാലയളവ്. ഈ പറയുന്ന നിലമ്പൂർ തേക്കുപോലെ കരുത്തോടെ ദീർഘവർഷങ്ങൾ ആര്യാടൻ മുഹമ്മദ് വാണ ഒരു മണ്ണാണത്. ആര്യാടൻ മുഹമ്മദ് പരാജയമറിയാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ണാണത്. അപ്പോൾ അതിനുശേഷം ഷൗക്കത്തിലേക്ക് ബാറ്റൺ കൈമാറുമ്പോഴേക്കും PV അൻവർ ഇടതുപക്ഷത്തിന്റെ സഹായത്തോടെ രണ്ടാവർത്തി ആ മണ്ഡലത്തിലേക്ക് ജയിച്ചു കയറുന്നതും 9 വർഷം ആ മണ്ഡലത്തിന്റെ MLA ആയിരിക്കുന്നതും കണ്ടു. അതിനുശേഷം പോയ ആര്യാടനെ തട്ടകം തിരിച്ചു പിടിക്കുക എന്നത് UDF വാശിയോടെ എടുക്കുന്നതെന്ന് മാത്രമല്ല, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു ഭരണമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ LDFനെ ഇറക്കി അധികാരം പിടിക്കുമെന്ന ക്ലെയിം ഉന്നയിക്കണമെങ്കിൽ UDFന് നിലമ്പൂരിൽ വിജയം അനിവാര്യമാണ് എന്ന് ഉറപ്പായും പറയാം. അത് പ്രതിപക്ഷ നേതാവിന് KPC അധ്യക്ഷനൊക്കെ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പറയാം. അതുമാത്രമല്ല, ലീഗിനും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ലീഗിനും അധികാരത്തിൽ നിന്ന് മാറിപ്പോയ ഈ പറഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം തിരികെ അധികാരത്തിലേക്ക് എത്തുന്നു എന്ന സൂചന ഉണ്ടാവണമെങ്കിൽ ലീഗിന് ചെറുതല്ലാത്തതെന്നുള്ള ഒരുപക്ഷെ അവിടുത്തെ പ്രചാരണം ലീഡ് ചെയ്തത് ലീഗ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ ലീഗിന് അസാധ്യമായ വലിയ സേയുള്ള മണ്ഡലത്തിൽ അവർക്കും തോൽവിയെപ്പറ്റി ആലോചിക്കാൻ കഴിയില്ല. എടക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ ഘട്ടത്തിൽ എടക്കര ബസ് സ്റ്റാൻഡ് ഒരു ശക്തി പ്രകടനത്തിന് വേദിയാവുകയാണ്. എടക്കരയിലെ നിലവിലെ ആവേശക്കാഴ്ച എന്താണ് സുർജിത്ത്? ഹാഷ്മി, അല്പസമയം മുമ്പാണ് UDFന്റെ റാലി, അത് UDFന്റെ പ്രവർത്തകർ വഴിക്കടലിൽ തുടങ്ങിയ റാലി, ആ റാലി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു അരമണിക്കൂറായി ഇതാണ് അവസ്ഥ. നഗരം സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ അത്രമാത്രം വലിയ പങ്കാളിത്തോടു കൂടിയുള്ള റാലിയാണ് ഇവിടെ കടന്നു പോയിരിക്കുന്നത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് നമുക്ക് നീങ്ങാം. ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് LDFന്റെ റാലി അല്പസമയത്തിനകം തന്നെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഇവിടേക്ക് എത്തിച്ചേരും. ആ റാലി കടന്നുപോയതിൻ്റെ ബ്ലോക്കാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. LDFന്റെ റാലി വിവിധ പഞ്ചായത്തുകളിൽ നിന്ന്, പ്രത്യേകിച്ച് മൂത്തേടം, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് മരുത പ്രദേശം, അവിടെ നിന്നുമെല്ലാം തന്നെ ഈ റാലി തുടങ്ങുകയാണ്. പല പ്രവർത്തകർ, അതായത് വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ പോലും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ ആവേശത്തിലാണ് പലരും, പല മേഖലയിൽ നിന്നായിട്ട് ആളുകൾ എത്തുന്നു. എങ്ങനെയുണ്ട്, എത്രത്തോളം? നല്ല ആവേശം, 100% വിജയമാണ്. 100% ഞങ്ങളൊക്കെ പ്രവർത്തനം ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും. ആര് വിജയിക്കുന്നു? ആര്യാടൻ ഷൗക്കത്ത് ചരിത്ര ഭൂരിപക്ഷം ജയിക്കും, ഒരു സംശയം വേണ്ട. എന്തായാലും ഇങ്ങനെ പ്രവർത്തകരുടെ ബാഹുല്യം ഇവിടേക്ക് ഈ നഗരത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നേരെ ഈ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയുള്ള UDFന്റെ റാലി വഴിക്കടലിൽ നിന്ന് തുടങ്ങിയതാണ്. വഴിക്കടലിൽ നിന്ന് ഇപ്പോൾ എടക്കര പിന്നിട്ട് ആ യാത്ര തുടരുകയാണ്. വിവിധ ജില്ലകളിൽ നിന്ന് പോലും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം വിവിധ ജില്ലകളിൽ നിന്ന് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്രമാത്രം വലിയ രീതിയിലുള്ളൊരു സ്റ്റാർ ക്യാമ്പയിൻ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് എല്ലാ മുന്നണികളും ഒരുപോലെ ആവിഷ്കരിച്ചത്. ഇപ്പോഴും ആ UDFന്റെ പ്രവർത്തകരുടെ ആ റാലി ഇവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതിങ്ങനെ തുടർന്ന് ധാരയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. എന്തായാലും പ്രചരണം അതിൻ്റെ അവസാന കൊട്ടിക്കലാശത്തിലേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായും ഏറെ ആവേശത്തിലാണ് എല്ലാ മുന്നണികളും ഒരുപോലെ ഏറെ ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ LDFന്റെ റാലി ഇതുവഴി കടന്നു വരും. LDFന്റെ റാലി വിവിധ പഞ്ചായത്തുകൾ, 5 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള റാലി നടക്കുന്നത് എടക്കരയിലാണ്. എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ അവിടെ 2 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ റാലിക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ആ സൗകര്യം 2 ഭാഗങ്ങളായി തിരിച്ച് അങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ്. ഇവിടെ പോലീസിന്റെ വിന്യാസം അടക്കം നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും വളരെ ഏറെ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എടക്കരയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മറ്റു 2 മേഖല കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ കൊട്ടിക്കലാശം നടത്തുന്നത്. അത് ഒന്ന് നിലമ്പൂരാണ്, മറ്റൊന്ന് ഇവിടെ ഈ എടക്കര കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ റാലി എടക്കര പിന്നിട്ട് കടന്നുപോയി കഴിഞ്ഞു. അത് പോയി ഒരു അരമണിക്കൂറായി. എന്നിട്ട് പോലും നിരവധി വാഹനങ്ങളിൽ ഇങ്ങനെ പ്രവർത്തകർ പലയിടങ്ങളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്നു. കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല ഇത് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തങ്ങൾക്ക് എത്രത്തോളം ശക്തി ആ മണ്ഡലത്തിലുണ്ട് എന്ന് കാണിക്കാനുള്ളൊരു ശക്തി പ്രകടനത്തിൻ്റെ ഒരു പവർ ഷോ കൂടിയാക്കി മാറ്റുന്നുണ്ട് മുന്നണികൾ ഈ കൊട്ടിക്കലാശം. നമ്മൾ അവിടെ റിപ്പോർട്ടിങ്ങിനായി പോകുമ്പോൾ നിലമ്പൂരിൽ സത്യം പറഞ്ഞാൽ താമസിക്കാൻ ഹോട്ടൽ റൂമുകളുടെ അഭാവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സകലമാന ഹോട്ടലുകളിലും ഒറ്റ റൂം പോലും കിട്ടാത്ത രീതിയിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇതര നാടുകളിൽ നിന്ന് അങ്ങോട്ടേക്ക് വന്ന് താമസിച്ച് തമ്പടിച്ച് പ്രചരണം നടത്തിയ ഒരു പ്രചരണകാലം കൂടി കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ആവേശം.
ഒരു മുഹമ്മദ് നിസാർ എന്ന പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര ആവേശം? ഇത് കേരളമാണ്, കേരളത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ തന്നെയാണ്, കൊട്ടിക്കലാശം ഒരു ജനാധിപത്യത്തിൻ്റെ ആഘോഷമായി കണക്കാക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് നിസാറിനോട് പറയാനുള്ളത്, എന്തിനാണ് ഇത്ര ആവേശം എന്ന ചോദ്യത്തിന് ഇത് കേരളമാണ് ബായി എന്നാണ് പറയാനുള്ളത്.